ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ദിനിൽ ബാബു എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ ഓൾറെഡി പുള്ളിനൊരു കുറച്ച് വർഷമായിട്ട് എനിക്കറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും മെസ്സേജ് ഇതൊക്കെ അയക്കുമായിരുന്നു. ഗരുഡൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് റൂമിലേക്ക് വരാൻ പറഞ്ഞു, അങ്ങനെ ഇതാക്കി. അപ്പോൾ അന്ന് എനിക്കൊരു മോശമായിട്ട് തോന്നിയോണ്ട് ഞാൻ അന്ന് തുടങ്ങി പിന്നെ അവോയ്ഡ് ചെയ്ത് വിട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ ഇങ്ങനെ വിളിയും മെസ്സേജ് ആയപ്പോൾ ഇതായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കലോ, കാണാൻ പറ്റുമോ അങ്ങനെ ചോദിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് ഞാൻ സൈഡ് കഴിഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫിലിമിൻ്റെ കാര്യം സംസാരിക്കണം. അന്നേരം ഞാൻ കോൾ എടുത്തു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദുൽഖറിൻ്റെ പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട്. ദുൽഖറിൻ്റെ പടമല്ല അവർ പറയണില്ലേ, എൻ്റെ പൊന്നു കൊച്ചെ, ഇതുപോലെ കുറേ എണ്ണങ്ങൾ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാനാണ്, ഷാരൂഖ് ഖാൻ്റെ കൂടെ നാളെ അഭിനയിക്കാനാണ് സിനിമയിൽ വേഷമെന്ന് പറഞ്ഞു പിടിക്കും. ഒന്നുകിൽ രണ്ട് കാര്യം, ഒന്ന് എന്തെങ്കിലും അവൻ എന്തെങ്കിലും കാമാസൂക്കട് കിട്ടാൻ സെക്സിന് വേണ്ടി, രണ്ട് പണത്തിന് വേണ്ടി, ഇതുപോലെ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളൊക്കെ ഒന്നുകിൽ പോവുകയാണെങ്കിൽ അമ്മേനെയും കൂട്ടിയോ വീട്ടുകാരെയും കൂട്ടിയോ പോവുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പോവുക. ഒരിടത്ത് പിരിഞ്ഞ് കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. ഈ പെൺകുട്ടി ആണെങ്കിൽ നല്ല ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ട് രീതിയാണ്. അപ്പോൾ ഇപ്പോഴും ഇപ്പം എല്ലാം ചാറ്റെല്ലാം പുറത്താക്കും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അപ്പോൾ എല്ലാം വിശ്വസിക്കാമല്ലോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക നല്ലതാണ്. പിന്നെ ഈ സിനിമയിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ പറഞ്ഞ കുറേ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നായികയെ തപ്പി എനിക്ക് ഇത്ര നായിക പറ്റില്ല എന്ന്. ആരാന്ന് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ആരാന്ന് പറഞ്ഞപ്പോൾ ക്ലിക്കായി കാണുമല്ലോ. അങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കാനാന്ന് പറഞ്ഞ് കുറേ എണ്ണങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് സൂക്ഷിച്ചോളുക കേട്ടോ. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സംരക്ഷണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പോവുകയാണെങ്കിൽ വിശദമായിട്ട് അന്വേഷിച്ചിട്ട് പോവുക. ഒന്നെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും ലൊക്കേഷനിലൊക്കെയോ പോവുകയാണെങ്കിൽ തന്നെ വീട്ടുകാരെ ആരെങ്കിലും കൂട്ടി പോവുക. അപ്പോൾ എന്തെങ്കിലും അവർ റൂമിലേക്ക് വിളിക്കണമെങ്കിൽ ഞാൻ അമ്മേനെ കൂട്ടി വരാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൂട്ടി വന്ന് സംസാരിച്ചാൽ മതി എന്ന് ഞാൻ അവരുടെ മുമ്പിൽ സംസാരിച്ചാൽ മതി എന്ന് കർശനമായിട്ടും പറയാം. ഇല്ലെങ്കിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക, പോവുക.